നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലെ ഇന്നത്തെ അതിവിശേഷപ്പെട്ട ഒരു വിഷയത്തിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2026 ജൂലൈ 15 മുതൽ വ്യാഴം മൗഢ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അത്യപൂർവമായിട്ടുള്ള ഒരു മാറ്റം. വ്യാഴം ഇപ്പോൾ അതിചാരത്തിലാണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 3 രാശികൾ മാറുന്ന അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രത്യേകതയുള്ള സമയമാണ്. മുമ്പ് ഇതിനെപ്പറ്റി ഒരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇത് രാജ്യങ്ങൾക്കുമൊക്കെ ദോഷങ്ങൾ ചെയ്തേക്കാം, നമുക്ക് അതൊക്കെ വഴിയെ മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ അധിക ശ്രദ്ധ ചെലുത്തേണ്ട നക്ഷത്രക്കാരുടെയും എന്തൊക്കെ പ്രശ്നങ്ങൾ ഇതുമൂലം ഉണ്ടാകാം എന്നുള്ള വിഷയങ്ങളും രാജ്യത്തിനുണ്ടാകുന്ന ദോഷങ്ങളും എല്ലാം ഇതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ദേവന്മാരുടെ ഗുരു, ജ്ഞാനത്തിന്റെ പ്രതീകം, ശുഭകാര്യങ്ങളുടെ കാരകഗ്രഹം ഗുരു അഥവാ വ്യാഴം. ഈ ശക്തനായ ഗ്രഹം സൂര്യന്റെ തീവ്രമായിട്ടുള്ള കിരണങ്ങളുടെ സാമീപ്യത്താൽ അദൃശ്യമാകുന്ന അല്ലെങ്കിൽ അദൃശ്യമാകുന്നതിന് തുല്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് നീങ്ങുന്ന കാലഘട്ടമാണ് ഈ വ്യാഴത്തിന്റെ മൗഢ്യകാലം. ജ്യോതിഷ വിശ്വാസം അനുസരിച്ചിട്ട് ഈ സമയത്ത് വ്യാഴത്തിന്റെ അനുഗ്രഹ ശക്തിയിൽ അല്പമെങ്കിലും കുറവുണ്ടാകാം എന്നാണ്. അതായത് അനുഗ്രഹ ശക്തി ക്ഷയിക്കുന്നു എന്നർത്ഥം. 2026 ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 13 വരെ നീളുന്ന ഈ മൗഢ്യകാലം ചില നക്ഷത്രക്കാർക്ക് കൂടുതൽ ജാഗ്രത ആവശ്യമാണ് എന്നതിന്റെ സൂചനയാണ്. ആർക്കൊക്കെയാണ് കൂടുതൽ ശ്രദ്ധ വേണ്ടത്? എന്തൊക്കെ കാര്യങ്ങൾ ഈ സമയത്ത് ഒഴിവാക്കണം? ഓരോ കൂറിനും എന്താണ് ഫലങ്ങൾ? എന്താണ് പരിഹാര മാർഗങ്ങൾ? ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇതെല്ലാം ഒന്നിച്ചറിയാം. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. വ്യാഴമൗഢ്യം എന്താണ്? ജ്യോതിഷത്തിൽ ഒരു ഗ്രഹം സൂര്യനോട് അടുക്കുമ്പോൾ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഫലദാന ശക്തി പ്രകടമാകാതെ വരുന്ന അവസ്ഥയ്ക്കാണ് മൗഢ്യം എന്ന് പറയുന്നത്. അതിന് അസ്തംഗതം എന്ന് മറ്റൊരു വാക്കും പറയുന്നുണ്ട്. ചന്ദ്രന്റെ മൗഢ്യം സാധാരണയായി പ്രത്യേകമായി പരിഗണിക്കാറില്ല. ഫലദാന വിഷയത്തിൽ കൂടുതൽ സ്വാധീനമുള്ള ഗ്രഹങ്ങളായിട്ടുള്ള വ്യാഴം, ചൊവ്വ, ബുധൻ, ശുക്രൻ, ശനി എന്നീ ഗ്രഹങ്ങളെ സംബന്ധിച്ച് മൗഢ്യം ബാധിക്കുകയാണെങ്കിൽ അത് ഫലദാന വിഷയത്തെ ബാധിക്കാറുണ്ട്. സൂര്യ സാമീപ്യം ഈ ഗ്രഹങ്ങൾക്ക് കൂടുതൽ സ്വാധീനം ചെലുത്താറുണ്ട്. നമുക്കിനി ഈ വർഷത്തെ വ്യാഴമൗഢ്യത്തെ ഒന്ന് പറയാം. 2026 ജൂലൈ 15 വൈകുന്നേരം 7:59 മുതലാണ് മൗഢ്യം ആരംഭിക്കുന്നത്. 2026 ഓഗസ്റ്റ് 13 പുലർച്ചെ 5:03 മൗഢ്യം അവസാനിക്കും. ജ്യോതിഷ വിശ്വാസം അനുസരിച്ച് ഈ സമയത്ത് വ്യാഴത്തിന്റെ ഫലദാന ശേഷിയിൽ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ കുറവുകൾ വരാം എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ വിവാഹം, ഗൃഹപ്രവേശം, ശുഭകർമ്മങ്ങളുടെ തുടക്കം തുടങ്ങിയ ശുഭകാര്യങ്ങളൊക്കെ സാധാരണയായി ഒഴിവാക്കാറാണ് പതിവ്. നമുക്കിനി പൊതുഫലങ്ങളെ ഒന്ന് പരിശോധിക്കാം. ജ്യോതിഷ വിശ്വാസ പ്രകാരം വിശകലനം ചെയ്തു നോക്കുമ്പോൾ ഈ ജൂലൈ 15 മുതൽ ഓഗസ്റ്റ് 13 വരെയുള്ള സമയങ്ങളിലുള്ള വ്യാഴത്തിന്റെ മൗഢ്യം ഭാരതത്തിനും പ്രത്യേകിച്ച് കേരളത്തിനും അത്ര അനുകൂലമല്ല. ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ ഈ വിഷയത്തെ പ്രതിപാദിച്ചുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, രാഷ്ട്രീയ രംഗത്തെ അപ്രതീക്ഷിത സംഭവ വികാസങ്ങൾ എന്നിവയ്ക്കൊക്കെ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷപരമായി വിശ്വസിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന കലാ, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖരായിട്ടുള്ള വ്യക്തികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ മരണമോ അപ്രതീക്ഷിത പ്രതിസന്ധികളോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മുമ്പ് കേട്ടുകേൾവി പോലുമില്ലാത്ത ചില സാഹചര്യങ്ങൾ സമൂഹത്തിൽ രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് നമുക്ക് ഇതിലൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇതൊക്കെ ജ്യോതിഷപരമായിട്ടുള്ള കേവലം നിഗമനങ്ങളാണ്. ഇത് വ്യക്തി ജീവിതത്തിൽ എപ്രകാരം ബാധിക്കും എന്നുള്ളത് വ്യക്തിയുടെ ജാതകത്തെയും ദശാഭുക്തി, മറ്റു ഗോചരങ്ങൾ എന്നിവയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയാൻ പറ്റുക. ശുഭദശയിലൂടെ കടന്നു പോകുന്നവർക്ക് ദോഷത്തിന്റെ കാഠിന്യം കുറയാം. എന്നാൽ പ്രതികൂല ദശാകാലങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഈ ദോഷത്തിന്റെ കാഠിന്യം വർദ്ധിച്ചു ലഭിച്ചു എന്നും വരാം. എന്നാൽ ഇത് രാജ്യത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ട് തന്നെയാണ്. കളസർപ്പദോഷം പോലെയുള്ള യോഗങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ട്. അതൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. നമുക്കിനി കൂടുതൽ കരുതൽ എടുക്കേണ്ട നക്ഷത്രങ്ങളെ ആദ്യം പ്രതിപാദിക്കാം, പിന്നീട് ഓരോ കൂറുകാരുടെയും ഫലങ്ങളെ പ്രതിപാദിച്ചു പോകാം. ഈ മൗഢ്യകാലത്ത് പുണർദം, വിശാഖം, പൂരിട്ടാതി, ഉത്രാടം, കാർത്തിക, ഉത്രം, പൂയം, ആയില്യം, മകം, പൂരം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് എന്ന് ജ്യോതിഷം പറയുന്നു. ഇനി ഓരോ കൂറുകാരിലും ജനിച്ചവരുടെ പ്രത്യേക ഫലങ്ങൾ
പ്രശ്നങ്ങളെ ഒന്ന് പരിശോധിക്കാം. അവർക്കുള്ള പരിഹാരങ്ങളും പറയുന്നുണ്ട്. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാർക്ക് ഈ കാലയളവിൽ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. രോഗ ദുരിതങ്ങൾ വർദ്ധിക്കാനും ചികിത്സാ ചെലവുകൾ അമിതമായി വരാനും ഒക്കെയുള്ള സാഹചര്യങ്ങളുണ്ട്. അമിതമായിട്ട് സാമ്പത്തിക സമ്മർദ്ദവും അനുഭവപ്പെട്ടേക്കാം. മാനസിക സമ്മർദ്ദവും അനാവശ്യ ഉത്കണ്ഠയും അലട്ടിയേക്കാം. പ്രത്യേകിച്ച് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ പോലും അനാവശ്യമായി ചിന്തിച്ച് പെരുപ്പിച്ച് മനസ്സിൽ അനാവശ്യ ഭീതിയും സന്ദേഹവും വളരാൻ സാഹചര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. വായ്പ നൽകുന്നതിലും വാങ്ങുന്നതിലും കരുതൽ എടുക്കുക. പരിഹാരമായി മേടക്കൂറുകാർ നിത്യം ദേവീ ഭജനം ചെയ്യുക. ജന്മനാളിൽ ദേവീ ക്ഷേത്രത്തിൽ ശാന്തി ദുർഗാ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുക. ഇനി ഇടവക്കൂറുകാരുടെ ഫലത്തെ പറയാം. ഇടവക്കൂറിൽ വരുന്ന കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഇടവക്കൂറുകാർക്കും ഈ സമയം സംഘർഷം നിറഞ്ഞതാകാം. മാനസിക സംഘർഷം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. ജീവിത പങ്കാളിയുമായി ചെറിയ കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങളിലേക്ക് നീങ്ങാതിരിക്കുവാൻ വേണ്ടി പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോകേണ്ടതാണ്. അതേപോലെ തന്നെ സഹിഷ്ണുത എല്ലാ കാര്യത്തിലും പുലർത്തുക. ധനകാര്യങ്ങളിലും അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. അപ്രതീക്ഷിത ചിലവുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. പരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക. ചൊവ്വാഴ്ചകളിൽ വ്രതമെടുക്കുക. നിത്യേന ഭവനത്തിൽ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലത്തെ പറയാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാർക്ക് മനസ്സിൽ അനാവശ്യ ചിന്തകൾ വർദ്ധിച്ചേക്കാം. ബന്ധുജനങ്ങളുമായി അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജീവിതം മെച്ചപ്പെടുന്നതായി തോന്നുന്ന സാഹചര്യം ഉണ്ടാകുമെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചില തിരിച്ചടികൾ മനസ്സിൽ നിരാശ ഉണ്ടാക്കിയേക്കാം. ആവേശപൂർണമായിട്ടുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുകയും ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് ഗുണകരമായിരിക്കും. പരിഹാരമായി മഹാവിഷ്ണുവിനെ ഭജിക്കുക. വിഷ്ണു ക്ഷേത്രത്തിൽ നിത്യം ദർശനം നടത്തി തുളസിമാലയും വെണ്ണയും സമർപ്പിക്കുക. പാൽപായസ നിവേദ്യം, പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നിവയൊക്കെ നടത്തുന്നത് ഗുണപ്രദമാണ്. ഇനി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാർക്ക് ഈ കാലയളവിൽ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും വേഗത്തിൽ നടന്ന് പൂർത്തിയാക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങളും കാലതാമസവും ഉണ്ടാകാം. ആരോഗ്യകാര്യത്തിലും കർക്കിടകക്കൂറുകാർ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. പ്രത്യേകിച്ച് മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ കരുതൽ എടുക്കുക. ഇനി ചിങ്ങക്കൂറുകാരുടെ വ്യാഴമൗഢ്യത്തിന്റെ ഫലം ഒന്ന് പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാർക്ക് ഈ മൗഢ്യകാലത്ത് അമിതമായി യാത്ര ചെയ്യേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. തൊഴിൽപരമായിട്ടുള്ള ആവശ്യങ്ങളോ കുടുംബപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കോ വേണ്ടി യാത്ര ആവശ്യമായി വന്നേക്കാം. ആരോഗ്യപരമായും ഈ സമയം അത്ര പൊതുവെ നന്നല്ല. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വിശ്രമം ലഭിക്കാതെ വരാനും ക്ഷീണവും അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തികമായി ചില വിഷമതകളും അനുഭവപ്പെട്ടേക്കാം. വരുമാനത്തെക്കാൾ ചെലവ് വർദ്ധിക്കുന്ന സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടാം. ദാമ്പത്യ ജീവിതത്തിലും കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ചില ചെറിയ തെറ്റിദ്ധാരണകൾ മൂലം അഭിപ്രായ വ്യത്യാസങ്ങളോ അകൽച്ചയോ ഒക്കെ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ നോക്കുക. പരസ്പര ധാരണയും ക്ഷമയും ഒക്കെ പാലിക്കുന്നത് പരമപ്രധാനമായിട്ടുള്ള അവസരമാണ്. ദോഷശമനത്തിനും ഗുണവർദ്ധനവുമായി ശിവഭജനം നടത്തുക. ജന്മനാളിലോ സൗകര്യമുള്ള ദിവസങ്ങളിലോ ശിവക്ഷേത്രത്തിൽ ഭസ്മാഭിഷേകം നടത്തുക. അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല ചാർത്തി വെണ്ണ നിവേദ്യം നൽകുന്നതും ദോഷശാന്തി നൽകുന്നതാണ്. ഇനി കന്നിക്കൂറുകാരുടെ വ്യാഴമൗഢ്യ ഫലം ഒന്ന് പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാർക്ക് ഈ അവസരത്തിൽ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് മനോവിഷമത്തിന് കാരണമാക്കിയേക്കാം. അപ്രതീക്ഷിതമായി ധനച്ചെലവുകളും ഉണ്ടാകാം. ഏറ്റെടുത്ത തൊഴിലുകളിൽ തടസ്സം നേരിടുകയോ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ കാലതാമസം ഉണ്ടാകുകയും ഒക്കെ ചെയ്തേക്കാം. തൊഴിൽ രംഗത്തുള്ളവർക്ക് മേലധികാരികളിൽ നിന്നോ തൊഴിൽ ഉടമകളിൽ നിന്നോ പ്രതികൂല സമീപനം ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ക്ഷമയോടും വിവേകത്തോടും കൂടി ഓരോ തീരുമാനവും എടുക്കുക. പരിഹാരമായി ദോഷശമനത്തിനും ഗുണവർദ്ധനവുമായി ഗണപതിയെ ഭജിക്കുക. വെള്ളിയാഴ്ചകളിൽ വിശേഷിച്ച് ഗണപതിയെ പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ഗണപതി അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. ഇനി തുലാക്കൂറുകാരുടെ വ്യാഴമൗഢ്യ ഫലത്തെ പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന ചിത്തിരയുടെ
രണ്ടാം പകുതി ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറുകാരെ സംബന്ധിച്ച് സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. സുഹൃത്തുക്കളുമായിട്ടുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ മനസ്സിനെ അലട്ടാൻ സാധ്യതയുണ്ട്. ധനകാര്യങ്ങളിലും പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം. അലസത വർദ്ധിക്കുകയും അതുമൂലം പ്രധാനപ്പെട്ട ചില അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ സാമ്പത്തിക അച്ചടക്കം കർശനമായി പാലിക്കുക. പരിഹാരമായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. നിത്യേന ഭവനത്തിൽ വിളക്ക് കൊളുത്തി ശിവ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. ഇനി വൃശ്ചികക്കൂറുകാരുടെ വ്യാഴമൗഢ്യ ഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാർക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ സമയത്ത് മാറ്റിവെക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നേക്കാം. വിവാഹാലോചനകളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. വാഹനങ്ങൾക്ക് അറ്റകുറ്റപ്പണികൾ ആവശ്യമായി വന്നേക്കാം. വ്യാപാര രംഗത്തുള്ളവർക്ക് ധനനഷ്ട സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ഓരോ ഇടപാടും ശ്രദ്ധയോടുകൂടി ചെയ്യുക. ഭക്ഷണസുഖം കുറയുകയോ ആരോഗ്യ സംബന്ധമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉടലെടുക്കുകയോ ചെയ്യാം. കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് വരുന്നത് വ്യവഹാര കാര്യങ്ങളിലും തീരുമാനങ്ങളിലും ഒക്കെ തിരിച്ചടിയായേക്കാം. പരിഹാരമായി ഹനുമത് ഭജനം ചെയ്യുക. ശനിയാഴ്ചകളിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. നിത്യേന ഭവനത്തിൽ വിളക്ക് കൊളുത്തിക്കൊണ്ട് രാമായണത്തിലെ സുന്ദരകാന്ഡത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുക. ഇനി ധനുക്കൂറുകാരുടെ വ്യാഴമൗഢ്യ ഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാലി എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാർക്ക് അടുത്ത ബന്ധുക്കളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. പണമിടപാടുകളിൽ നഷ്ടം സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. വ്യവഹാരങ്ങളിൽ തിരിച്ചടി നേടാനും അനാവശ്യ യാത്രകൾ വർദ്ധിക്കാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. തൊഴിൽ രംഗത്തും ചില പ്രതികൂല അവസ്ഥകൾ ഉണ്ടായേക്കാം. പരിഹാരമായി ദേവീ ക്ഷേത്ര ദർശനം നടത്തുക, ദേവിയെ ഭജിക്കുക. ജന്മനാളിൽ ദേവീ ക്ഷേത്രത്തിൽ പഞ്ചദുർഗ പുഷ്പാഞ്ജലി ചെയ്യുക. ദേവിക്ക് ചുവന്ന പട്ട് സമർപ്പിക്കുന്നതും ദോഷശാന്തി നൽകുന്നതാണ്. ഇനി മകരക്കൂറുകാരുടെ വ്യാഴമൗഢ്യ ഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാർക്ക് മാതാവിനോ മാതൃതുല്യരായവർക്കോ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടൽ അസ്വസ്ഥതകൾ സൃഷ്ടിച്ചേക്കാം. യാത്രാക്ലേശം മൂലം ക്ഷീണവും അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകാം. കടബാധ്യതകളും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങളും സഹപ്രവർത്തകരുടെ പെരുമാറ്റം മൂലമുള്ള മനോവിഷമങ്ങളും ഒക്കെ ഉണ്ടാകാം. സാഹസിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അമിതമായി ചാടി പുറപ്പെടാതെ വിവേകത്തോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ശംഖുധാരയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും നടത്തുക. നിത്യേന ശിവ അഷ്ടോത്തര ശതനാമാവലി ജപിക്കുക. ഇനി കുംഭക്കൂറുകാരുടെ ഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാർക്ക് ഭക്ഷണ സുഖം ലഭിക്കുമെങ്കിലും ആലോചിക്കാതെ ചെയ്യുന്ന ചില പ്രവൃത്തികൾ പിന്നീട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. സുഹൃത്തുക്കളുടെ പെരുമാറ്റം പ്രതീക്ഷിക്കുന്നത് പോലെ അനുകൂലമാകണമെന്നില്ല. അവരുടെ ഇടപെടൽ തൊഴിൽ രംഗത്തും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. ശാരീരിക സുഖം പൊതുവെ കുറയാൻ ഇടയുള്ളതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. പരിഹാരമായി ഹനുമാനെ ഭജിക്കുക. ശനിയാഴ്ചകളിൽ വിശേഷമായി ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തി അവലും പഴവും നേദിക്കുക. ക്ഷേത്രത്തിൽ കുറച്ചു സമയം ഇരുന്ന് ജപം ചെയ്യുന്നതും ദോഷശാന്തി നൽകുന്നതാണ്. ഇനി മീനക്കൂറുകാരുടെ വ്യാഴമൗഢ്യ ഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് ബന്ധുക്കൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളൊക്കെ മനസ്സിനെ അലട്ടിയേക്കാം. സാമ്പത്തികമായും ചില വിഷമതകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം. പണം കൊടുക്കാനുള്ളവരിൽ നിന്ന് ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടായി എന്നും വരാം. സന്താനങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. വാഹനങ്ങൾക്ക് അനാവശ്യമായി അറ്റകുറ്റപ്പണികളൊക്കെ ആവശ്യമായി വന്നേക്കാം. പരിഹാരമായി ദേവീ ക്ഷേത്ര ദർശനം നടത്തുക, ദേവീ ഭജനം നടത്തുക. നിത്യേന ഭവനത്തിൽ നെയ്വിളക്ക് കൊളുത്തി ലളിതാ സഹസ്രനാമം ജപിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇത് പൊതുവായിട്ടുള്ള ജ്യോതിഷ വിശ്വാസങ്ങളെ അനുസരിച്ച് വ്യാഴത്തിന്റെ മൗഢ്യ ഫലം മാത്രമാണ്. ഓരോ വ്യക്തിയുടെയും ജന്മസമയത്തെ ഗ്രഹനില, ദശാകാലം, മറ്റ് ജാതകത്തിലെ യോഗങ്ങൾ എന്നിവയൊക്കെ അനുസരിച്ച് ഈ ഫലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഫലങ്ങളെ ഭയത്തോടുകൂടിയല്ല, മറിച്ച് ജാഗ്രതയോടെയും ആത്മവിശ്വാസത്തോടെയും കാണുക. നല്ല ചിന്തയും നല്ല പ്രവൃത്തിയും ഈശ്വര വിശ്വാസവും ജീവിതത്തിൽ ഉടനീളം ശുഭഫലങ്ങൾ സമ്മാനിക്കുമാറാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. മറ്റുള്ളവർക്കും ഈ വീഡിയോ ലഭിക്കുന്നതിനായി ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് അറിയിക്കുക. തുടർന്നും ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി നമുക്ക് വീണ്ടും വരും ദിവസങ്ങളിൽ കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.